അപ്പോൾ ഇനി അതായത് നമ്മൾ പറഞ്ഞു നമ്മുടെ ഈ ഒരു ഫസ്റ്റ് ചാപ്റ്ററിന്, കെമിസ്ട്രിയിലെ ഈ ഫസ്റ്റ് ചാപ്റ്ററിനെ നമുക്കൊരു 6ഓളം അല്ലെ 5-6 പാർട്സായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ ഫസ്റ്റ് പാർട്ടായിരുന്നു നമ്മുടെ ഇൻട്രൊഡക്ഷൻ സെക്ഷനായിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ, എന്താണ് പ്യുവർ സബ്സ്റ്റൻസസ് അല്ലെങ്കിൽ എന്താണ് മിക്സ്ചേഴ്സ് അല്ലേ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. രണ്ടാമത്തെ പാർട്ടിൽ നമ്മൾ ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻസ് എന്ന് പറഞ്ഞ് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി മൂന്നാമത്തെ പാർട്ടിലാണ് നമ്മൾ എന്ത് ഡിസ്കസ് ചെയ്തത്, നമ്മുടെ എന്താ പറയുക, എന്താണ് മോൾ, എന്താണ് മോളാർ മാസ്, എന്താണ് എന്താ പറയുക മോളിക്കുലർ മാസ് എന്താണ്, എങ്ങനെ കാണും, അറ്റോമിക് മാസ് എന്താണ്, അതേപോലെ എംപെരിക്കൽ ഫോമിൽ എന്താണ്, ഇങ്ങനെയുള്ള കുറേ കുഞ്ഞു കാര്യങ്ങൾ, അതാണ് നമ്മുടെ തേർഡ് പാർട്ട്. അപ്പോൾ ഇനി ഫോർത്ത് പാർട്ട് എന്ന് പറയുന്നത് സ്റ്റോഷ്യോമെട്രിയാണ്. ഫോർത്ത് പാർട്ട് എന്ന് പറയുന്നത് സ്റ്റോഷ്യോമെട്രിയാണ്. അവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കും. സ്റ്റോഷ്യോമെട്രി, ലിമിറ്റിംഗ് റിയേജൻ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ, അതിനെ ബേസ് ചെയ്ത് കുറച്ച് പ്രോബ്ലംസും ആ ലിമിറ്റിംഗ് റിയേജൻ്റ് കണ്ടുപിടിക്കാൻ നമുക്ക് 2 ഡിഫറെൻ്റ് ആയ മെത്തേഡ്സ് ഉണ്ട്. ആ മെത്തേഡ്സ് എന്താണ്, എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഫോർത്ത് പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യണത്. അപ്പോൾ ഫോർത്ത് പാർട്ട് എന്താ പറയുക സ്റ്റോഷ്യോമെട്രി എന്നുള്ള ആ ഒരു പാർട്ടിൽ നമുക്ക് നമ്മുടെ ലിമിറ്റിംഗ് റിയേജൻറ്റും കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കുന്ന സമയത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി നമുക്ക് ചെയ്യാനുള്ളൊരു കാര്യമാണ് ബാലൻസിങ് ദ കെമിക്കൽ ഇക്വേഷൻ. അപ്പോൾ ബാലൻസിങ് ദ കെമിക്കൽ ഇക്വേഷൻ എന്നുള്ളതാണ് ലിമിറ്റിംഗ് റിയേജൻറ്റ് കണ്ടുപിടിക്കുന്ന ആ ഒരു എന്താ പറയുക ആ ഒരു പ്രോബ്ലംസ് നമ്മൾ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് സ്റ്റെപ്പ്. പിന്നെ കെമിസ്ട്രിയിൽ തന്നെ നമ്മൾ പറഞ്ഞു കുറേ ബേസിക്കായ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യണേ. അപ്പോൾ ബാലൻസിങ് ദ കെമിക്കൽ ഇക്വേഷൻ എന്നുള്ള ഈ ഒരു ടോപ്പിക് അല്ലെങ്കിൽ എന്താ പറയുക ഈ ഒരു കോൺസെപ്റ്റ് കെമിസ്ട്രിയിൽ ഉടനീളം നമുക്ക് ആവശ്യമുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പം നമ്മൾ ഇനി ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത് ഹൗ ടു ബാലൻസ് എ കെമിക്കൽ ഇക്വേഷൻ. ഒരു കെമിക്കൽ ഇക്വേഷനെ നമ്മൾ എങ്ങനെ ബാലൻസ് ചെയ്യും എന്നുള്ളത് നമുക്ക് 2 മെത്തേഡ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ആ 2 മെത്തേഡ്സും നമുക്ക് ഡിസ്കസ് ചെയ്യാം. എന്നിട്ട് നമുക്ക് കുറച്ച് ഒരു 10 അല്ലെങ്കിൽ ഒരു 10-12 എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അതും കൂടെ കഴിയുമ്പം നമുക്ക് നമ്മുടെ ഈ ഒരു സെഷൻ, അതായത് ഈ ഒരു തേർഡ് പാർട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്തിട്ട് ഫോർത്ത് പാർട്ടിലേക്ക് പോകാം. ഞാൻ ഈ ബാലൻസിങ് ദ കെമിക്കൽ ഇക്വേഷൻ തേർഡ് പാർട്ടിൽ തന്നെ എടുക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഫോർത്ത് പാർട്ടിൽ ലിമിറ്റിംഗ് റിയേജൻറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു പോകുന്ന സമയത്ത് അവിടെ ബാലൻസിങ്ങും കൂടെ വരുമ്പം എല്ലാം കൂടെ നിങ്ങൾക്ക് ആകെ കൺഫ്യൂസ് ആകും. അപ്പോൾ അങ്ങനത്തെ ആ ഒരു കൺഫ്യൂഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആദ്യമേ ഒരു ബാലൻസിങ് ദ കെമിക്കൽ ഇക്വേഷൻ എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് ഡിസ്കസ് ചെയ്ത് കുറച്ച് ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ഡിസ്കസ് ചെയ്താൽ ലിമിറ്റിംഗ് റിയേജൻറ്റിൻ്റെ ടോപ്പിക് ആ ഒരു സെഷൻ അല്ലെങ്കിൽ അതിലുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പം ആ ബാലൻസിങ് ദ കെമിക്കൽ ഇക്വേഷൻ എന്നുള്ള ആ ഒരു സ്റ്റെപ്പ് നമുക്ക് കമ്പാരിറ്റീവ്ലി ഈസി ആയിരിക്കും. യെസ്, അപ്പോൾ നമുക്ക് നോക്കാം ബാലൻസിങ് ദ കെമിക്കൽ ഇക്വേഷൻ. യെസ്, അപ്പോൾ എന്താണ് കെമിക്കൽ ഇക്വേഷൻ എന്നുള്ളതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് അല്ലേ. കെമിക്കൽ ഇക്വേഷൻ, ഒരു കെമിക്കൽ റിയാക്ഷനെയാണ് നമ്മൾ ഇക്വേഷൻ്റെ ഫോമിലാണ് നമ്മൾ കെമിക്കൽ റിയാക്ഷൻസിനെ റെപ്രസെൻറ്റ് ചെയ്യണേ. റിയാക്ഷനിൽ പങ്കെടുക്കുന്ന സാധനത്തിൽ നമ്മൾ റിയാക്റ്റൻസ് പറയും, അത് നമ്മൾ ഇക്വേഷൻ്റെ ലെഫ്റ്റ് സൈഡിൽ എഴുതും. ആ ഒരു റിയാക്ഷൻ്റെ ഫലമായിട്ട് ഉണ്ടാവണം പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനങ്ങൾ നമ്മൾ പ്രോഡക്ട്സ് എന്ന് പറയും, അത് നമ്മൾ റൈറ്റ് സൈഡിൽ എഴുതും. രണ്ടിനെയും നമ്മൾ ഒരു ആരോ മാർക്ക് കൊണ്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടാവും. സേ ഫോർ എക്സാമ്പിൾ, സിമ്പിളായ ഒരു എക്സാമ്പിൾ നോക്കാം. ഹൈഡ്രജനും ഓക്സിജനും കൂടെ ഒരു കെമിക്കൽ റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് അല്ലെങ്കിൽ കെമിക്കലി റിയാക്ട് ചെയ്ത് നമുക്ക് എന്ത് ഫോം ചെയ്യുന്നു, വാട്ടർ ഫോം ചെയ്യുന്നു. അപ്പോൾ ഇതിൽ ഹൈഡ്രജനും ഓക്സിജനും എന്താണ്, ഹൈഡ്രജനും ഓക്സിജനും റിയാക്റ്റൻസ് ആണ്. വാട്ടർ എന്താണ്, പ്രോഡക്ട്സ് ആണ്. നമുക്കറിയാം ഇവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, പ്രോഡക്ട്സ് ഒരു സിംഗിൾ പ്രോഡക്റ്റ് ആവാം അല്ലെങ്കിൽ മോർ ദാൻ 1 പ്രോഡക്ട്സ് ആവാം. മോർ ദാൻ 1 പ്രോഡക്ട്സ് ആവാം. ചില റിയാക്ഷൻസിൽ നമുക്ക് ഒരൊറ്റ പ്രോഡക്റ്റ് ആയിരിക്കും, ചില റിയാക്ഷൻസിൽ മോർ ദാൻ 1 പ്രോഡക്ട്സ് ആയിരിക്കും. പക്ഷേ റിയാക്റ്റൻസ് എന്തായാലും എങ്ങനെ ആയിരിക്കും, റിയാക്റ്റൻസ് മിനിമം 2 എണ്ണമെങ്കിലും ഉണ്ടാവും. മോർ ദാൻ 2, എത്ര 2, 2-നേക്കാളും എത്ര വേണമെങ്കിലും കൂടുതലാവാം. ഏറ്റവും മിനിമം നമുക്ക് എന്തുണ്ടാവും, 2 എണ്ണമെങ്കിലും ഉണ്ടാവും. സോ ഇതാണ് ഹൈഡ്രജനും ഓക്സിജനുമാണ് നമ്മുടെ റിയാക്റ്റൻസ്, H2O ആണ് നമ്മുടെ പ്രോഡക്റ്റ്. അപ്പോൾ ഇനി ഇതാണ് നമ്മുടെ കെമിക്കൽ ഇക്വേഷൻ. ഒരു കെമിക്കൽ റിയാക്ഷന് നമ്മൾ ഇക്വേഷൻ്റെ ഫോമിലാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇനി എന്താണ് ബാലൻസിങ് ദ കെമിക്കൽ ഇക്വേഷൻ? ഒരു കെമിക്കൽ ഇക്വേഷനെ ബാലൻസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ആരോ മാർക്കിൻ്റെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലുമുള്ള ഓരോ എലമെൻറ്റിൻ്റെയും നമ്പർ ഓഫ് ആറ്റംസ് എന്തായിരിക്കണം,
സെയിം ആയിരിക്കണം. നമ്മൾ ലോ ഓഫ് കെമിക്കൽ കോമ്പിനേഷനിൽ അതിൽ ഫസ്റ്റ് ഏറ്റവും ആദ്യത്തെ ലോ ആയ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് അല്ലേ, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് ഡിസ്കസ് ചെയ്ത സമയത്ത് നമ്മളൊരു കാര്യം പറഞ്ഞായിരുന്നു. കെമിക്കൽ ഇക്വേഷൻ നമ്മൾ ബാലൻസ് ചെയ്യണത് എന്തിൻ്റെ ബേസിസിലാണ്? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസിൻ്റെ ബേസിസിലാണ്. നമ്മൾ അവിടെ ഒരു പോയിന്റ് നമ്മൾ പറഞ്ഞു പോയായിരുന്നു. അപ്പോൾ നമ്മൾ ജനറലി നമ്മൾ കെമിക്കൽ ഇക്വേഷൻ നമ്മൾ ബാലൻസ് ചെയ്യുന്ന സമയത്ത് ഓരോ എലമെൻറ്റിൻ്റെയും മാസസ് കണ്ടുപിടിക്കുക അല്ലേ, ഓരോ എലമെൻറ്റിൻ്റെയും മാസ് കണ്ടുപിടിച്ച് ആ മാസ് ഇക്വേറ്റ് ചെയ്യുക എന്നുള്ളത് ഇറ്റ് ഈസ് എ ടീഡിയസ് ടാസ്ക്, കുറച്ചൊരു വലിയൊരു മെനക്കെടാന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. സോ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ആ ഒരു മാസ് കണ്ടുപിടിച്ച് മാസ് ഈക്വൽ ആണോ അല്ലെങ്കിൽ മാസ് ഇക്വേറ്റ് ചെയ്യുന്നതിന് പകരം നമ്മൾ സിമ്പിളായിട്ട് എന്ത് ചെയ്യും, നമ്പർ ഓഫ് ആറ്റംസ് ആരോ മാർക്കിൻ്റെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലുമുള്ള ഓരോ എലമെൻറ്റിൻ്റെയും നമ്പർ ഓഫ് ആറ്റംസ് ഈക്വൽ ആണോ അല്ലയോ എന്ന് കണ്ടുപിടിക്കും. ഈക്വൽ ആണെങ്കിൽ ഓക്കെ, ഈക്വൽ അല്ലെങ്കിൽ നമ്മൾ എല്ലാ ആറ്റംസിനെയും എല്ലാ എലമെൻസിൻ്റെയും നമ്പർ ഓഫ് ആറ്റംസ് ഈക്വൽ ആക്കി കഴിഞ്ഞാൽ എന്തായി, ആ കെമിക്കൽ ഇക്വേഷൻ ബാലൻസ്ഡ് ആയി. നോക്കിക്കോളൂ. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ ഹൈഡ്രജൻ എന്ന് പറയുന്നത് ഒരു എലമെൻ്റ് ആണ്, ഓക്സിജൻ എന്ന് പറയുന്നത് ഒരു എലമെൻ്റ് ആണ്. ഈക്വൽ സൈനിൻ്റെ അതായത് നമ്മുടെ ആരോ മാർക്കിൻ്റെ ലെഫ്റ്റ് സൈഡിൽ 2 ഹൈഡ്രജൻ ആറ്റംസ് ഉണ്ട്, ആരോ മാർക്കിൻ്റെ ലെഫ്റ്റ് സൈഡിൽ 2 ഓക്സിജൻ ആറ്റംസ് ഉണ്ട്. ഞാൻ ഇങ്ങോട്ട് വന്നു കഴിയുമ്പം ആരോ മാർക്കിൻ്റെ റൈറ്റ് സൈഡിൽ 2 ആറ്റംസ് ഓഫ് ഹൈഡ്രജൻ ഉണ്ട്. പക്ഷേ ഓക്സിജൻ എത്ര ആറ്റം ഉണ്ട്? ഓക്സിജൻ ഒരൊറ്റ ആറ്റമേ ഉള്ളൂ. കാര്യം ഹൈഡ്രജൻ്റെ കൗണ്ട് കറക്റ്റ് ആണെങ്കിലും ഓക്സിജൻ്റെ കൗണ്ട് എത്രയാണ്? 1 കുറവാണ്. ഇവിടെ 2 ആണ്, പക്ഷെ അവിടെ 1 ആണ് അല്ലേ? യെസ്. അപ്പോൾ നമ്മൾ ഇനി ഈ ഇക്വേഷന് നമ്മൾ എങ്ങനെയാണ് ബാലൻസ് ചെയ്യുന്നത്? നമ്മൾ പറഞ്ഞു നമ്പർ ഓഫ് ആറ്റം ഈക്വൽ ആക്കുക എന്നുള്ളതാണ് നമ്മുടെ പരിപാടി. അപ്പം നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇതിന് മുമ്പ്, അതായത് നമ്മുടെ റിയാക്റ്റൻസ് ആയാലും അല്ലെങ്കിൽ പ്രോഡക്ട്സിന് മുമ്പ് നമ്മൾ എന്ത് എഴുതി കൊടുക്കും? നമ്മൾ സ്റ്റോഷ്യോമെട്രിക് കോഎഫിഷ്യൻസ് എന്നാണ് നമ്മൾ അതിനെ പറയുന്നത്. സ്റ്റോഷ്യോമെട്രിക് കോഎഫിഷ്യൻസ് എന്നാണ് നമ്മൾ ആ വാല്യൂവിനെ പറയുന്നത്. നമുക്ക് ആവശ്യമുള്ള നമ്പർ ഓഫ് ആറ്റംസിൻ്റെ കൗണ്ട് ഈക്വൽ ആക്കാൻ വേണ്ടി, നമ്പർ ഓഫ് ആറ്റംസിൻ്റെ കൗണ്ട് ഈക്വൽ ആക്കാൻ വേണ്ടി നമ്മൾ എന്ത് എഴുതി കൊടുക്കും? സ്റ്റോഷ്യോമെട്രിക് കോഎഫിഷ്യൻസ് നമ്മൾ എഴുതി കൊടുക്കും. നോക്കിക്കോളൂ, ഇവിടെ ഓക്സിജൻ 2 ആറ്റമാണ്, ഇവിടെ 1 ആറ്റമാണ്. സോ ഞാൻ എന്ത് ചെയ്യും? ഒരു 2 എന്ന് എഴുതി. നമ്മൾ ഈ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒക്കെ നമ്മൾ വരുത്തുന്ന സമയത്ത് ആ നമ്പർ ഓഫ് ആറ്റംസ് അഡ്ജസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതിൻ്റെ കോഎഫിഷ്യൻ്റ് ആയിട്ടാണ് എഴുതേണ്ടത്, ഇതിൻ്റെ സഫിക്സ് ആയിട്ടല്ല നമ്മൾ എഴുതേണ്ടത്. സഫിക്സ് ആയിട്ട് നമ്മൾ എഴുതി കഴിഞ്ഞാൽ അത് വേറെ കോമ്പൗണ്ട് ആവും. ഇപ്പോൾ ഇവിടെ നോക്കിക്കോളൂ, ഇവിടെ ഇപ്പോൾ ഈ ഒരു കോമ്പൗണ്ടിൽ ഇപ്പോൾ ഞാൻ ഓക്സിജനെ ഇവിടെ സഫിക്സ് ആയിട്ട് 2 എന്ന് ഞാൻ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഹൈഡ്രജൻ പെറോക്സൈഡായി, അത് വേറൊരു കോമ്പൗണ്ടാണ്. യെസ്. അപ്പം നമ്മൾ എന്താണ് ചെയ്യുക? നമ്മുടെ ഹോൾ കോമ്പൗണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഹോൾ പ്രോഡക്റ്റ് അല്ലെങ്കിൽ നമ്മുടെ പ്രോഡക്റ്റ് അല്ലെങ്കിൽ നമ്മുടെ റിയാക്റ്റൻറ്റിൻ്റെ കോഎഫിഷ്യൻ്റ് ആയിട്ടാണ് നമ്മൾ ബാലൻസ് ചെയ്യുന്ന വാല്യൂസ് നമ്മൾ എഴുതി കൊടുക്കണം. അപ്പോൾ നമ്മളിങ്ങനെ കോഎഫിഷ്യൻ്റ് ആയിട്ട് നമ്മൾ എഴുതി കൊടുക്കുമ്പം ആ വാല്യൂയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആ ഒരു ഹോൾ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ആ ഒരു ഹോൾ റിയാക്റ്റൻറ്റ് അല്ലേ. ഇപ്പോൾ ചില സമയത്ത് നമുക്കറിയാം റിയാക്റ്റൻസ് എലമെൻറ്റ്സ് ആയിരിക്കും, ചില സമയത്ത് റിയാക്റ്റൻസ് കോമ്പൗണ്ട്സ് ആയിരിക്കും. അതേപോലെയാണ് നമ്മുടെ പ്രോഡക്റ്റ് സൈഡിലേക്ക് വരുമ്പോഴും ചില സമയത്ത് പ്രോഡക്ട്സ് എലമെൻറ്റ്സ് ആയിരിക്കും, ചില സമയത്ത് പ്രോഡക്ട്സ് എന്തായിരിക്കും? കോമ്പൗണ്ട്സ് ആയിരിക്കും. അപ്പോൾ ഒരു കോമ്പൗണ്ടിൻ്റെ കൂടെയാണ് നമ്മളിങ്ങനെ ഒരു കോഎഫിഷ്യൻ്റ് എഴുതി കൊടുക്കണതെങ്കിൽ അതിലുള്ള ഓരോ എലമെൻറ്റിനും എന്താണ്? ഈ 2 അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ കോഎഫിഷ്യൻ്റ് ബാധകമാണ്. മനസ്സിലായോ? യെസ്. അപ്പോൾ ഈ 2 അപ്പോൾ നമ്മൾ ഇനി നമ്മൾ എന്താണ് ചെയ്യണം? ഇനി നമ്മൾ നമ്പർ ഓഫ് ആറ്റംസ് ഒന്നും കൂടെ കാണുവാണ്. നമ്പർ ഓഫ് ആറ്റംസ് കാണുമ്പോൾ നോക്കിക്കോളൂ, ഇവിടെ അറിയാം H2O1 ആണ്, ഇവിടെ ഞാൻ 2 എന്ന് കൊടുത്തു. അപ്പോൾ ഞാൻ നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റംസ് കാണുമ്പോൾ നോക്കിക്കോളൂ, ഇത് 2 ആണ്, ഇവിടെ ഞാൻ എന്ത് ചെയ്യും? 2 × 2 എന്ന് ഞാൻ മൾട്ടിപ്ലൈ ആണ് ചെയ്യേണ്ടത്. ഈ ഒരു കോഎഫിഷ്യൻ്റ് അതായത് നമുക്ക് ഇങ്ങനെ ഒരു കോഎഫിഷ്യൻ്റ് ആണ് ഉള്ളതെങ്കിൽ നമ്മൾ ഈ കോഎഫിഷ്യൻറ്റിന് നമ്മുടെ ഈ ഒരു ആക്ച്വൽ കൗണ്ടിൻ്റെ കൂടെ മൾട്ടിപ്ലൈ ആണ് ചെയ്യേണ്ടത്. ചിലപ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് H2O + H2 + O3 എന്ന് കിട്ടിയെന്നിരിക്കട്ടെ. എന്തോ ഒരു റിയാക്ഷനിൽ നിങ്ങൾക്ക് കിട്ടിയ പ്രോഡക്റ്റ് H2O + H2 + O3 എന്നാണെങ്കിൽ, അപ്പോൾ ഇവിടെ നമുക്കറിയാം ഇവിടെ ഒരു H2 ഉണ്ട്, ഇവിടെ ഒരു H2 ഉണ്ട്, ഇവിടെ ഒരു O ഉണ്ട്, ഇവിടെ O3 ഉണ്ട്. ഇതെല്ലാം കൂടെയാണ് നമ്മൾ കൗണ്ട് ചെയ്യുന്നത്, അതായത് ഓരോ എലമെൻറ്റിൻ്റെയും എല്ലാ ആറ്റംസും. അപ്പോൾ ഇങ്ങനെ കൗണ്ട് ചെയ്യണ സമയത്ത് 2 സഫിക്സ് നമ്മൾ കൗണ്ട് ചെയ്യണ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? സെയിം എലമെൻറ്റിൻ്റെ സഫിക്സ് കൗണ്ട് ചെയ്യണ സമയത്ത് നമ്മൾ സിംപ്ലി ആഡ് ചെയ്യും. ഓക്സിജൻ്റെ കാര്യം വരുമ്പോൾ എത്രയാണ്? 1 + 3 ആണ്. മറിച്ച് കോഎഫിഷ്യൻ്റ് ആയിട്ട് എഴുതിയ സാധനമാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അതിൻ്റെ സഫിക്സിൻ്റെ കൂടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും. ഇത് നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയ പോയിന്റ് ആണ്. ബാലൻസിങ് ദ കെമിക്കൽ ഇക്വേഷനിൽ നമ്മൾ ഇങ്ങനത്തെ കുറേ കുഞ്ഞു കാര്യങ്ങൾ നമ്മൾ ഓർത്തിരിക്കണം. അപ്പോൾ ഇവിടെ ഹൈഡ്രജൻ എത്ര ആറ്റമായി? 4 ആറ്റമായി. ഓക്സിജൻ എത്രയാണ്? 2 × 1 = 2 ആറ്റം.
അപ്പോൾ ഓക്സിജൻ്റെ കാര്യത്തിന് ഒരു തീരുമാനമായി 2 × 2 ഇവിടെയും 2 ആണ്, ഇവിടെയും 2 ആണ്. അപ്പം ഞാൻ നോക്കുമ്പോൾ ഇവിടെ 4 ഹൈഡ്രജൻ ആറ്റം ഉണ്ട്. സോ ഞാനിവിടെ മുമ്പിലൊരു 2 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ 2 × 2 ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഇവിടെയും അങ്ങനെയാണ്. നമ്മൾ 2 × 2 ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? 4 കിട്ടും. 2 × 2 ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? 4 കിട്ടും. സോ ഈക്വൽസ് നമ്മുടെ റിയാക്ഷൻ്റെ, അതായത് റിയാക്റ്റൻ സൈഡിൽ ഹൈഡ്രജൻ 4 ആറ്റം ഉണ്ട്, ഓക്സിജൻ 2 ആറ്റം ഉണ്ട്. പ്രോഡക്റ്റ് സൈഡിലും 2 × 2 ഹൈഡ്രജൻ 4 ആറ്റം ഉണ്ട്, ഓക്സിജൻ 2 ആറ്റം ഉണ്ട്. അപ്പോൾ നമ്മുടെ അപ്പുറത്തെ സൈഡിലും ഇപ്പുറത്തെ സൈഡിലുമുള്ള ആരോടെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലുമുള്ള ഓരോ എലമെൻറ്റിൻ്റെയും നമ്പർ ഓഫ് ആറ്റംസ് എന്തായി? സെയിം ആയി അല്ലേ? അപ്പോൾ നമ്പർ ഓഫ് ആറ്റംസ് സെയിം ആയി കഴിഞ്ഞാൽ നമുക്കറിയാം അതിൻ്റെ മാസസും എന്തായിരിക്കും? സെയിം ആയിരിക്കും. അതിൻ്റെ മാസസിൽ ഒരു വ്യത്യാസം ഉണ്ടാവില്ല. മാസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? സെയിം ആയിരിക്കും. യെസ്. അപ്പോൾ ഇതാണ് നമ്മുടെ ബാലൻസിങ് ദി കെമിക്കൽ ഇക്വേഷൻ. ഞാൻ 1-2 എക്സാമ്പിൾസ് കാണിക്കാം, എന്നിട്ട് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ. H2SO4 plus NaOH. NaOH is equal to Na2SO4 plus H2O plus H2O. ഓക്കെ. അപ്പോൾ നമുക്ക് ഓരോരോ എലമെൻറ്റ്സ് ആയിട്ട്, അതായത് നമുക്ക് ഓരോരോ ആറ്റംസ് ആയിട്ട് നോക്കാം. നോക്കിക്കോളൂ. ഇവിടെ നമുക്ക് എന്തുണ്ട്? ഹൈഡ്രജൻ ഉണ്ട്, സൾഫർ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്, സോഡിയം ഉണ്ട്, ഓക്സിജൻ ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്. അപ്പോൾ ഞാൻ ആദ്യം റിയാക്റ്റൻ സൈഡ് ഞാൻ നോക്കാൻ പോവാണ്. ഹൈഡ്രജൻ, സൾഫർ, ഓക്സിജൻ, സോഡിയം അല്ലേ? ഹൈഡ്രജൻ എത്ര ആറ്റം ഉണ്ട്? ഞാൻ പറഞ്ഞു സഫിക്സസ് ആണ് നമ്മൾ ആഡ് ചെയ്യണതെങ്കിൽ, നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ സിംപ്ലി ആഡ് ചെയ്യും. മറിച്ച് നമ്മൾ കോയിഫിഷ്യൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യണതെങ്കിൽ കാൽക്കുലേഷനിൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും. നോക്കിക്കോളൂ. ഇവിടെ ഹൈഡ്രജൻ 2 ആറ്റം ഉണ്ട്, ഇവിടെ ഹൈഡ്രജൻ 1 ആറ്റമാണ്, 2 + 1 3. അതേപോലെ ഇവിടെ സൾഫർ 1 ആണ്, സോ ഇവിടെ 1. ഓക്സിജൻ നോക്കിക്കോളൂ. ഇവിടെ 4 എണ്ണം ഉണ്ട്, ഇവിടെ 1 എണ്ണം ഉണ്ട്. ഞാനിപ്പോൾ ഇവിടെ എന്ത് എഴുതി? 5 എന്ന് എഴുതി. അതേപോലെ സോഡിയത്തിൻ്റെ കാര്യം വന്നപ്പം 1 ആണ്. ഇത് എവിടെയാണ്? റിയാക്റ്റൻ സൈഡിലാണ്. ഇനി ഞാൻ പ്രോഡക്റ്റിൻ്റെ സൈഡിലേക്ക് വരുന്നു. ഹൈഡ്രജൻ, സൾഫർ, ഓക്സിജൻ, സോഡിയം. അപ്പോൾ ഇത് നമ്മൾ പറയുമ്പോൾ നോക്കിക്കോളൂ. സോഡിയം നമുക്ക് 2 എണ്ണം ഉണ്ട്, സൾഫർ 1 എണ്ണം ഉണ്ട്, ഓക്സിജൻ്റെ കൗണ്ട് കറക്റ്റാണ് 5 ആണ്. ഇവിടെ എത്ര എണ്ണം ഉണ്ട്? 2 എണ്ണം ഉണ്ട് അല്ലേ? ഇവിടെ നമുക്ക് 2 എണ്ണം ഉണ്ട്. ഇവിടെ എത്ര എണ്ണമാണ്? 3 എണ്ണമാണുള്ളത്. അപ്പോൾ ഇനി നമ്മൾ കമ്പയർ ചെയ്യാൻ പോവുകയാണ്. സൾഫറിൻ്റെയും ഓക്സിജൻ്റെയും കൗണ്ട് നമുക്ക് സെയിം ആണ്. കൗണ്ട് സെയിം ആണ്. അപ്പോൾ നമ്മളിനി കമ്പയർ ചെയ്യാൻ പോണത് ഹൈഡ്രജനും സോഡിയവും കൂടെ വെച്ചിട്ടാണ്. നമ്മൾ കമ്പയർ ചെയ്യാൻ പോണേ. ഇവിടെ ഒരൊറ്റ സോഡിയേ ഉള്ളൂ, ഇവിടെയും ഒരൊറ്റ സോഡിയേ ഉള്ളൂ അല്ലേ? അതായത് ഇവിടെ സോഡിയത്തിൻ്റെ ഒരു കോമ്പൗണ്ട് തന്നിട്ടുണ്ട്, ഇവിടെ ഒരു സോഡിയത്തിൻ്റെ ഒരു കോമ്പൗണ്ട് തന്നിട്ടുണ്ട്. സോ ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? സോഡിയത്തിൽ നിന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇവിടെ 2 എണ്ണം ഉണ്ട്, സോ ഞാൻ ഇവിടെ എന്ത് ചെയ്തു? 2 എന്ന് കൊടുത്തു. അപ്പോൾ സോഡിയത്തിൻ്റെ കൗണ്ട് 2 സ്ഥലത്തും സെയിം ആയി. സോഡിയത്തിൻ്റെ കൗണ്ട് ഇവിടെയും 2 ആയി, ഇവിടെയും 2 ആയി. അപ്പോൾ സോഡിയത്തിൻ്റെ കൗണ്ട് 2 ആയി കഴിഞ്ഞപ്പോൾ നോക്കിക്കോളൂ. ഇവിടെ ഓക്സിജൻ്റെ കൗണ്ട് എന്തായി? ഇവിടെ ഓക്സിജൻ്റെ കൗണ്ട് 2 ആയി. ഇവിടെ ഓക്സിജൻ്റെ കൗണ്ട് എന്തായി? ഇവിടെ 2 ആയി. ഇവിടെ ഒരു 4 ഉണ്ട്. സോ ഈക്വൽ സൈനിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ എന്തായി? 2 + 4 = 6 ആയി. സോ 5 എന്നുള്ളത് എന്തായി? 5 എന്നുള്ളത് 6 ആയി. ഹൈഡ്രജൻ നോക്കിക്കോളൂ. ഇവിടെ ഹൈഡ്രജൻ 2 എണ്ണം ഉണ്ട്, ഇവിടെയും 2 എണ്ണമാണ്. സോ 2 + 2 എന്ന് പറയുമ്പോൾ എന്തായി? 4 ആയി. സോ ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? ഞാൻ ഇവിടെ വാട്ടറിൻ്റെ കൂടെ ഒരു 2 ഇട്ട് കൊടുക്കാൻ പോവാണ്. അപ്പോൾ നോക്കിക്കോളൂ. ഇവിടെ ഓക്സിജൻ 4 എണ്ണം ഉണ്ട്, അതിൻ്റെ കൂടെ 2 ആഡ് ചെയ്യുമ്പോൾ എന്തായി? 4 + 2 ചെയ്യുമ്പം എനിക്ക് 6 എന്ന് കിട്ടും. സോഡിയത്തിൻ്റെ കൗണ്ട് കറക്റ്റാണ്, ഇവിടെ 2 എന്നായി. സൾഫറിൻ്റെ കൗണ്ടും സെയിം ആണ്. ഇവിടെ നോക്കിക്കോളൂ. 2 × 2 ചെയ്യുമ്പം ഹൈഡ്രജൻ എന്തായി? ഹൈഡ്രജനും 4 ആയി. റിയാക്റ്റൻ സൈഡിലും നമ്മുടെ പ്രോഡക്റ്റ് സൈഡിലും എന്തായി? നമ്മുടെ നമ്പർ ഓഫ് ആറ്റംസ് ഓരോ എലമെൻസിൻ്റെയും സെയിം ആയി. മനസ്സിലായോ? യെസ്. ഇതെങ്ങനെയാണ് നമ്മൾ ജനറലി നമ്മൾ കെമിക്കൽ ഇക്വേഷൻസിനെ ബാലൻസ് ചെയ്യാറ്? കെമിക്കൽ ഇക്വേഷൻസിനെ ബാലൻസ് ചെയ്യണ ഒരു ട്രഡീഷണലായ മെത്തേഡ് എന്ന് പറയുന്നത് ഇതാണ്. നമുക്ക് വേറൊരു മെത്തേഡ് നോക്കാം, ഒരു ആൾജിബ്രായിക് മെത്തേഡ് എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ. ആൾജിബ്രായിക് മെത്തേഡ് നമുക്ക് ആ മെത്തേഡിന് പേര് കൊടുക്കാം. അപ്പോൾ നോക്കിക്കോളൂ.
സിമ്പിളായ ഒരു ഇക്വേഷനിൽ നിന്ന് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. H2 + O2 ഗിവ്സ് H2O അല്ലേ? അപ്പോൾ ഈ ഒരു റിയാക്ഷനിൽ ഓൾജിബ്രായിക് മെത്തേഡ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ വേരിയബിൾസ് നമുക്കറിയാം, നമ്മൾ എന്താ പറയുക, സ്റ്റോഷ്യോമെട്രിക് കോയിഫിഷ്യൻസ് ആണ് നമ്മുടെ ഇക്വേഷൻസിൽ നമ്മൾ എഴുതുന്നത്. സ്റ്റോഷ്യോമെട്രിക് കോയിഫിഷ്യൻസ് ആണ് നമ്മുടെ ഇക്വേഷൻസിൽ നമ്മൾ എഴുതാറ്. സോ നമ്മൾ അതിവിടെ എന്താണ് ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ നമുക്ക് വാല്യൂസ് എന്താണെന്ന് അറിയാൻ പാടില്ല. സോ ആ സ്ഥാനത്ത് നമ്മൾ എന്ത് കൊടുക്കും? വേരിയബിൾസ് കൊടുക്കും. A, B, C ഇങ്ങനത്തെ വേരിയബിൾസ് നമ്മൾ കൊടുക്കും. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? നമുക്കറിയാം ഈക്വൽസ്, നമ്മൾ ഈ ഒരു ഇക്വേഷൻ ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ആരോ മാർക്കിൻ്റെ ലെഫ്റ്റ് സൈഡ്, അതായത് റിയാക്റ്റൻ സൈഡിലുള്ള ഓരോ എലമെൻറ്റിൻ്റെ നമ്പർ ഓഫ് ആറ്റംസും നമ്മുടെ പ്രോഡക്റ്റ് സൈഡിലുള്ള ഓരോ എലമെൻറ്റിൻ്റെ നമ്പർ ഓഫ് ആറ്റംസും സെയിം ആയിരിക്കും. സോ നമ്മൾ അതിന് രണ്ടിനെയും ഇക്വേറ്റ് ചെയ്യാൻ പോവാണ്. നോക്കിക്കോളൂ, ഇവിടെ നമ്മൾ സ്റ്റോഷ്യോമെട്രിക് കോയിഫിഷ്യൻസ് ആയിട്ടാണ് എഴുതി കൊടുക്കണേ. സോ 2A = എന്താണ്? 2C ആണ്. 2A = 2C ആണ് അല്ലേ? 2A = 2C ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് പറയാം? A = C എന്ന് പറയാം. എയുടെ വാല്യൂവും സിയുടെ വാല്യൂവും ഈക്വൽ ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി നെക്സ്റ്റ് നോക്കിക്കോളൂ, പിന്നെ ഇവിടെ നോക്കിക്കോളൂ, 2B = C എന്ന് നമുക്ക് പറയാം. 2B = C എന്ന് നമുക്ക് പറയാം. സോ നമുക്ക് എന്ത് പറയാം? B = C/2 എന്ന് പറയാം. B = C/2 എന്ന് പറയാം. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാവണത്? നമ്മൾ ഹൈഡ്രജൻ്റെ കോയിഫിഷ്യൻ്റ് ആയിട്ട് നമ്മളൊരു വാല്യൂ എഴുതുന്നു. ഹൈഡ്രജൻ്റെ കോയിഫിഷ്യൻ്റ് ആയിട്ട് നമ്മളിപ്പം എക്സ് എന്നൊരു വാല്യൂ കൊടുത്താൽ, ഹൈഡ്രജൻ്റെ കോയിഫിഷ്യൻ്റ് ആയിട്ട് നമ്മൾ എക്സ് എന്നൊരു വാല്യൂ കൊടുത്താൽ A = C ആണ്. വാട്ടറിൻ്റെ കോയിഫിഷ്യൻറ്റും എന്തായിരിക്കും? വാട്ടറിൻ്റെ കോയിഫിഷ്യൻറ്റും എക്സ് ആയിരിക്കും. അപ്പോൾ ഹൈഡ്രജൻ്റെയും വാട്ടറിൻ്റെയും കോയിഫിഷ്യൻ്റ് രണ്ടും എക്സ് ആണ്. നമ്മുടെ ഓക്സിജൻ്റെ കോയിഫിഷ്യൻ്റ് എന്തായിരിക്കും? എക്സിൻ്റെ ഹാഫ് ആയിരിക്കും. അപ്പോൾ ബാലൻസിങ് ദ കെമിക്കൽ ഇക്വേഷനിൽ നമുക്ക് നമ്പർ ഓഫ് ആറ്റംസ് നമ്മൾ സെയിം ആക്കിയാൽ മതി. അപ്പോൾ നമുക്ക് ഏത് വാല്യൂ വേണമെങ്കിലും നമുക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ നമുക്കറിയാം ഇവിടെ 2H2, ഇവിടെ നമ്മൾ ജനറലി 2 ആണ് ഇട്ട് കൊടുക്കാറ്. ഇവിടെ 2H2 എന്നുള്ളതിന് പകരം ഇവിടെ 4H2, 2O2, 4H2O എന്ന് കൊടുത്താലും നമ്മുടെ നമ്പർ ഓഫ് ആറ്റംസ് സെയിം ആയിരിക്കും. നോക്കിക്കോളൂ, 4 × 2 ചെയ്യുമ്പോൾ നമുക്ക് 8 ആണ്. 4 × 2 ചെയ്യുമ്പോൾ നമുക്ക് 8 ആണ്. അതേപോലെ ഇവിടെ 4 ഓക്സിജൻ ആറ്റം ഉണ്ട്. 2 × 2 ചെയ്യുമ്പോൾ നമുക്ക് 4 കിട്ടും. 4 × 2 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 8 കിട്ടും. സോ നമ്മൾ ജനറലി കെമിക്കൽ ഇക്വേഷൻസ് നമ്മൾ ബാലൻസ് ചെയ്യണ സമയത്ത് ഏറ്റവും ലീസ്റ്റ് ആയ വാല്യൂ ആണ് എഴുതാറ്. ഏത് വാല്യൂ വേണമെങ്കിലും നമുക്ക് എഴുതാം. നമ്പർ ഓഫ് ആറ്റംസ് സെയിം ആയാൽ മതി. ഇക്വേഷൻസ് ബാലൻസ് ചെയ്യുമ്പോൾ നമ്പർ ഓഫ് ആറ്റംസ് സെയിം ആയാൽ മതി. നമുക്ക് ഏത് വാല്യൂ വേണമെങ്കിലും നമുക്ക് എഴുതാം. പക്ഷെ ജനറലി നമ്മൾ എന്താണ് ചെയ്യാറ്? ഏറ്റവും ലീസ്റ്റ് ആയ വാല്യൂസ് ആണ് നമ്മൾ കൊടുക്കാറ്. ഹോൾ നമ്പർ ലീസ്റ്റ് വാല്യൂസ് നമ്മൾ കൊടുക്കും. അപ്പോൾ ഇവിടെ നോക്കിക്കോളൂ, A = C ആണ്. ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? എനെ 1 എന്ന് കൺസിഡർ ചെയ്യാൻ പോവാണ്. എനെ ഞാൻ ആദ്യം 1 എന്ന് കൺസിഡർ ചെയ്യാൻ പോവാണ്. എനെ ഞാൻ 1 എന്ന് കൺസിഡർ ചെയ്യുമ്പം C എന്തായി? സിയും 1 ആയി. എയും സിയും 1 ആണെങ്കിൽ എനിക്ക് B എന്ത് കിട്ടും? ഹാഫ് എന്ന് കിട്ടും. എനെ ഞാൻ 1 എന്ന് കൺസിഡർ ചെയ്യുമ്പം സിയും എനിക്ക് 1 ആണ്. എൻ്റെ ബിയുടെ വാല്യൂ എന്തായി? ബിയുടെ വാല്യൂ ഹാഫ് എന്നായി. ഞാൻ പറഞ്ഞു മിനിമം ഹോൾ നമ്പർ വാല്യൂസ് ആണ് നമുക്ക് ആവശ്യം. സോ ഹാഫിനെ ഹോൾ നമ്പർ ആക്കാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? 2 കൊണ്ട് ഞാൻ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഈ എല്ലാ വാല്യൂസിനെയും ഞാൻ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. സോ എയുടെ വാല്യൂ എന്തായി? എയുടെ വാല്യൂ 2 ആയി, സിയുടെ വാല്യൂ 2 ആയി, ബിയുടെ വാല്യൂ 1 ആയി. അപ്പോൾ ഞാൻ ഈ ഇക്വേഷനെ ബാലൻസ് ചെയ്തു. എങ്ങനെ ചെയ്തു? 2H2 + O2 gives 2H2O. 2H2 + O2 gives 2H2O. ഈ മെത്തേഡിനെയാണ് നമ്മൾ ഓൾജിബ്രായിക് മെത്തേഡ് എന്ന് പറയുന്നത്. മറ്റേതിനേക്കാളും കമ്പാരിറ്റീവ്ലി നമുക്ക് കുറച്ച് ഈസി ആയ ഒരു മെത്തേഡാണ്. മറ്റേത് ട്രഡീഷണൽ ആയ ഒരു രീതിയാണ്. അതാണ് നിങ്ങൾക്ക് കംഫർട്ടബിൾ എങ്കിൽ അത് നിങ്ങൾക്ക് ചെയ്യാം. അതല്ല, ഞാൻ പറയുന്നത് കുറച്ചും കൂടെ നിങ്ങൾക്ക് എളുപ്പത്തിൽ നിങ്ങൾക്ക് ഇക്വേഷൻസ് ബാലൻസ് ചെയ്യാൻ കുറച്ചും കൂടെ കംഫർട്ടബിൾ ഇതായിരിക്കും. കാരണം ഓരോരോ വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയി വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അതിൻ്റെ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ പറ്റും. നമുക്ക് തൊട്ട് മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്ത ഒരു എക്സാമ്പിൾ തന്നെ നോക്കാം. നോക്കിക്കോളൂ, ഈ സെയിം മെത്തേഡിൽ നമുക്കൊന്ന് സോൾവ് ചെയ്യാം. H2SO4 plus NaOH gives Na2SO4 plus H2 അല്ലേ? അപ്പോൾ ഞാൻ ഇനി കോയിഫിഷ്യൻസ് ഞാൻ എഴുതാൻ പോവാണ്.
എ ബി സി ഡി. അതുകൊണ്ട് ഞാൻ ഇനി ഓരോ എലമെൻറ്റ്സും ഞാൻ കമ്പയർ ചെയ്യാൻ പോവാണ്. നോക്കിക്കോളൂ. ആദ്യം ഞാൻ ഹൈഡ്രജൻ്റെ കാര്യം എടുക്കുവാണ്. ഹൈഡ്രജൻ ഇവിടെ 2 എണ്ണം ഉണ്ടല്ലേ. 2A പ്ലസ് ഇവിടെ ഒരു ഹൈഡ്രജനാണ് ബി. ആദ്യം ഹൈഡ്രജൻ. അപ്പോൾ 2A പ്ലസ് ബി എന്ന് പറയണത് എന്താണ്? ഇവിടെ 2D ആണ്. 2A പ്ലസ് ബി എന്ന് പറയണത് 2D ആണ്. ഇനി നമ്മൾ നേരത്തെ നമ്മുടെ H2 പ്ലസ് O2 എന്ന് പറഞ്ഞത് ചെയ്യുമ്പം ആകെ ഒരൊറ്റ എന്താ പറയുക, ഒരൊറ്റ എലമെൻ്റ് അല്ലെങ്കിൽ ഒരൊറ്റ റിയാക്റ്റൻറ്റിൽ മാത്രമേ നമ്മുടെ പെർട്ടിക്കുലർ എലമെൻറ്റ്സ് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ എങ്ങനെയാണ്? ഇവിടെ നമുക്ക് മോർ ദാൻ 1 കോമ്പൗണ്ട്സ് അല്ലെങ്കിൽ മോർ ദാൻ 1 റിയാക്റ്റൻസിൽ നമ്മുടെ ചില എലമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ മോർ ദാൻ 1 റിയാക്റ്റൻസിലോ അല്ലെങ്കിൽ മോർ ദാൻ 1 പ്രോഡക്ട്സിലോ നമ്മുടെ എലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ കൺസിഡർ ചെയ്യണം. മനസ്സിലായല്ലോ? സോ 2A പ്ലസ് ബി കിട്ടി. അതാണ് നമ്മുടെ ഹൈഡ്രജൻ. ഇനി ഞാൻ സൾഫറിലേക്ക് വരുവാണ്. സൾഫർ ഇവിടെ ഒരെണ്ണേ ഉള്ളൂ അല്ലേ. അപ്പോൾ എനിക്ക് എന്ത് കിട്ടി? A ഇസ് ഈക്വൽ ടു സി എന്ന് കിട്ടി. ഇവിടെ ഒരെണ്ണേ ഉള്ളൂ. A ഇസ് ഈക്വൽ ടു സി എന്ന് കിട്ടി. ഇനി ഞാൻ നെക്സ്റ്റ് ഓക്സിജനിലേക്ക് വരാൻ പോവാണ്. ഓക്സിജൻ്റെ കാര്യം വരുമ്പോൾ എങ്ങനെയാണ്? 4A പ്ലസ് ബി ഇസ് ഈക്വൽ ടു 4C പ്ലസ് ഡി. 4C പ്ലസ് ഡി. കാരണം 2 റിയാക്റ്റൻസിലും ഉണ്ട്, 2 പ്രോഡക്ട്സിലും ഉണ്ട്. ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് നമ്മൾ സോഡിയം നോക്കുവാണ്. സോഡിയം എന്താണ്? ബി ഇസ് ഈക്വൽ ടു 2C. ബി ഇസ് ഈക്വൽ ടു 2C ആണ്. അപ്പോൾ ഇതിൽ നിന്ന് എനിക്ക് എന്ത് പറയാം? ഓക്കെ, അപ്പം ഞാനിവിടെ 4 ഇക്വേഷൻസ് ഇങ്ങനെ എഴുതി. 4 ഇക്വേഷൻസ് ഞാൻ എഴുതി. അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ ഓരോന്നിന്നും ഞാൻ റിലേഷൻഷിപ്സ് ഞാൻ ഡിറൈവ് ചെയ്യാൻ പോവാണ്. ഓരോന്നിന്നും ഞാൻ ഓരോരോ വേരിയബിൾസിനെ കണക്ട് ചെയ്ത് റിലേഷൻഷിപ്പ് ഞാൻ ഡിറൈവ് ചെയ്യാൻ പോകണം. ആ റിലേഷൻഷിപ്പ് ഡിറൈവ് ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയി നമുക്കിതിനെ സോൾവ് ചെയ്യാൻ പറ്റും. നോക്കിക്കോളൂ. എനിക്കിവിടെ എന്ത് കിട്ടി? A ഇസ് ഈക്വൽ ടു സി എന്ന് കിട്ടി. അതേപോലെ ബി ഇസ് ഈക്വൽ ടു C/2 എന്ന് കിട്ടി. A ഇസ് ഈക്വൽ ടു സി, A ഇസ് ഈക്വൽ ടു സി എന്ന് കിട്ടി. അതേപോലെ ബി ഇസ് ഈക്വൽ ടു C/2 എന്ന് കിട്ടി. ഇവിടെ നമ്മുടെ ആദ്യത്തെ ഇക്വേഷൻ നോക്കിക്കോളൂ. 2A പ്ലസ് ബി ഇസ് ഈക്വൽ ടു 2D അല്ലേ. 2A പ്ലസ് ബി ഇസ് ഈക്വൽ ടു 2D ആണ് നമുക്ക്. അപ്പോൾ രണ്ടാമത്തെ ഇക്വേഷൻ നമുക്ക് നോക്കാം. രണ്ടാമത്തതല്ല, മൂന്നാമത്തെ ഇക്വേഷൻ നോക്കിക്കോളൂ. 4A പ്ലസ് ബി ഇസ് ഈക്വൽ ടു 4C പ്ലസ് ഡി. 4A പ്ലസ് ബി ഇസ് ഈക്വൽ ടു 4C പ്ലസ് ഡി. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം. ഇവിടെ 4A എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ഈ 4Aനെ ഞാൻ 2A പ്ലസ് 2A പ്ലസ് ബി ഇസ് ഈക്വൽ ടു 4C പ്ലസ് ഡി എന്ന് എഴുതുവാണ്. ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കിക്കോളൂ. ഈ 2A പ്ലസ് ബി എന്താണ്? 2D ആണ്. 2D പ്ലസ് 2A ഇസ് ഈക്വൽ ടു 4C പ്ലസ് ഡി എന്ന് എനിക്ക് കിട്ടും. 2D പ്ലസ് 2A ഇസ് ഈക്വൽ ടു 4C പ്ലസ് ഡി എന്ന് എനിക്ക് കിട്ടും. അപ്പോൾ ഇനി നോക്കിക്കോളൂ. ഇനി എന്താണ്? ഇവിടെ ഡിയും സിയും ആണുള്ളത്. ഇവിടെ ഡിയും സിയും ആണുള്ളത്. സോ എനിക്കറിയാം A ഇസ് ഈക്വൽ ടു സി ആണ്. സോ ഈ എക്ക് പകരം ഞാൻ എന്തെഴുതാം? ഡി എഴുതാം. അപ്പോൾ 2D പ്ലസ് 2C ഇസ് ഈക്വൽ ടു 4C പ്ലസ് ഡി. 2D പ്ലസ് 2C ഇസ് ഈക്വൽ ടു 4C പ്ലസ് ഡി എന്ന് കിട്ടും. ഞാനിവിടെ എഴുതാവേ. 2D ഈക്വൽ സൈൻ ഞാനിതൊന്ന് റീഅറേഞ്ച് ചെയ്യുവാണ്. എങ്ങനെയാണ് റീഅറേഞ്ച് ചെയ്യണത്? എല്ലാ ഡി എല്ലാറ്റിനെയും ഞാൻ ഒരു സൈഡിലേക്ക് കൊണ്ടുവരുന്നു, സി എല്ലാറ്റിനെയും ഒരു സൈഡിലേക്ക് കൊണ്ടുവരുന്നു. അപ്പം ഈക്വൽ സൈനിൻ്റെ റൈറ്റ് സൈഡിലുള്ളത് ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോൾ മൈനസ് ആവും. 2D മൈനസ് ഡി ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് പറയാം? 4C മൈനസ് 2C എന്ന് പറയാം. സോ ഡി ഇസ് ഈക്വൽ ടു 2C ആണ്. അപ്പോൾ നോക്കിക്കോളൂ, നമുക്ക് എന്തൊക്കെ കിട്ടി? A ഇസ് ഈക്വൽ ടു സി കിട്ടി, ബി ഇസ് ഈക്വൽ ടു C/2 എന്ന് കിട്ടി, ഡി ഇസ് ഈക്വൽ ടു എന്ന് കിട്ടി? ഡി ഇസ് ഈക്വൽ ടു 2C എന്ന് കിട്ടി. A ഇസ് ഈക്വൽ ടു സി എന്ന് കിട്ടി, ബി ഇസ് ഈക്വൽ ടു C/2 എന്ന് കിട്ടി, ഡി ഇസ് ഈക്വൽ ടു 2C എന്ന് കിട്ടി. അപ്പോൾ ഇനി നമുക്ക് ഈസി ആയിട്ട് നമുക്ക് കോയിഫിഷ്യൻസ് കണ്ടുപിടിക്കാം. ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? എല്ലാ വാല്യൂസും A ആയാലും ബി ആയാലും സി ആയാലും ആരെയാണ് ഡിപ്പെൻഡ് ചെയ്തേക്കണേ? സീനെ ഡിപ്പെൻഡ് ചെയ്തേക്കുവാണ്. സോ ഞാൻ ആദ്യം C ഇസ് ഈക്വൽ ടു 1 എന്ന് കൺസിഡർ ചെയ്യുവാണ്. നിങ്ങളിവിടെ നോക്കിക്കോളൂ. C ഇസ് ഈക്വൽ ടു 1 എന്ന് കൺസിഡർ ചെയ്യുമ്പം ഇവിടെ എന്താണ്? B ഇസ് ഈക്വൽ ടു C/2 ആണ്. അപ്പോൾ എനിക്ക് എന്ത് കിട്ടും? 1/2 എന്നുള്ള ഹാഫ് കിട്ടും. അപ്പോൾ ഹാഫ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെയും ഞാൻ എല്ലാ വാല്യൂസിനെയും എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? ആ ഹാഫിനെ 1 ആക്കാൻ വേണ്ടി 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതുകൊണ്ട് ഞാൻ എളുപ്പത്തിന് എന്ത് ചെയ്യാൻ പോവാണ്? സീനെ ഞാൻ 2 എന്ന് കൺസിഡർ ചെയ്യാൻ പോവാണ്. എൻ്റെ സിയുടെ വാല്യൂ എന്താണ്? എൻ്റെ സിയുടെ വാല്യൂ 2 ആണ്. അപ്പോൾ സിയുടെ വാല്യൂ 2 ആണെങ്കിൽ
സോറി ബി ഈസ് ഈക്വൽ ടു 2c ആണല്ലേ. അപ്പോൾ ഓക്കെ ബി ഈസ് ഈക്വൽ ടു 2c. ഇവിടെ 2c ആണ്, c/2 അല്ല 2c. അപ്പോൾ നമുക്ക് സിയുടെ വാല്യൂ 1 എന്ന് തന്നെ കൺസിഡർ ചെയ്യാം. ഇവിടെ ഞാൻ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ മാറിപ്പോയി. ബി ഈസ് ഈക്വൽ ടു 2c. ബി ഈസ് ഈക്വൽ ടു 2c എന്ന് പറയുമ്പോൾ എനിക്ക് അതിനെ അങ്ങനെ തന്നെ എഴുതാം. ബി ഈസ് ഈക്വൽ ടു 2c എന്ന് പറയുമ്പം അതിനെ അങ്ങനെ തന്നെ എഴുതാം. സോ ഞാൻ സി ഈസ് ഈക്വൽ ടു 1 എന്ന് ഞാൻ കൺസിഡർ ചെയ്യാൻ പോവാണ്. അപ്പോൾ സി 1 ആയിക്കഴിഞ്ഞാൽ എ ഈസ് ഈക്വൽ ടു 1 ആണ്, ബി അതിൻ്റെ ഡബിൾ ആണ്, സോ ബി ഈസ് ഈക്വൽ ടു 2 ആണ്. പിന്നെ എന്താണ്, ഡിയും അതിൻ്റെ ഡബിൾ ആണ്, ഡി ഈസ് ഈക്വൽ ടു 2 ആണ്. അപ്പോൾ ഇവിടെ എയുടെ സ്ഥാനത്ത് എന്താണ്, 1 ആണ്, ബിയുടെ സ്ഥാനത്ത് 2 ആണ്, സിയുടെ സ്ഥാനത്ത് 1 ആണ്, ഡിയുടെ സ്ഥാനത്ത് എന്താണ്, 2 ആണ്. നമുക്കിനി ഓരോന്നൊന്ന് ആഡ് ചെയ്ത് നോക്കാം. ഇവിടെ 2 ഉണ്ട്, ഇവിടെ 2 ഉണ്ട്, മൊത്തം 4 ആണ്. 2 × 2 4 ആറ്റംസ് ഉണ്ട്. സൾഫർ 1 ആണ്, ഇവിടെയും സൾഫർ 1 ആണ്, അത് ഈക്വൽ ആണ്. ഓക്സിജൻ ഇവിടെ 4 ഉണ്ട്, 4 2 6 ആണ്, ഇവിടെ 4 ഇവിടെ 2 6 ആണ്. സോഡിയത്തിൻ്റെ കാര്യം വന്നപ്പോൾ ഇവിടെ 2 സോഡിയം ഉണ്ട്, ഇവിടെയും 2. ഈസി ആയ രീതിയിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും, ഇക്വേഷനെ നമുക്ക് ബാലൻസ് ചെയ്യാം. ട്രഡീഷണൽ മെത്തേഡ് എന്ന് പറയുമ്പം നമ്മൾ ഓരോ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കേണ്ടി വരും. ഇതാകുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. യെസ്, യെസ്. അപ്പം ഞാൻ കുറച്ച് കെമിക്കൽ ഇക്വേഷൻസിൻ്റെ സ്ക്രീൻഷോട്ട്സ് ഞാൻ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും കുറച്ച് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. CO2 പ്ലസ് H2O. ഒരു കാര്യം ചെയ്യാം, ബ്ലാക്കിൽ എഴുതാം അല്ലേ, അപ്പോൾ നമുക്ക് റെഡും കൊണ്ട് എഴുതുമ്പം എടുത്ത് കാണിക്കും. യെസ്, CO2 പ്ലസ് H2O ഗിവ്സ് C6H12O6 പ്ലസ് O2. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിക്കോളൂ, നമുക്ക് 2 രീതിയിൽ ചെയ്യാം. ഞാൻ 2 രീതിയും കാണിക്കാം. നിങ്ങൾക്ക് ഏത് മെത്തേഡാണോ കൺവീനിയൻറ്റ് നിങ്ങൾക്ക് ആ മെത്തേഡ് ചൂസ് ചെയ്യാം. നമുക്ക് ആദ്യം ട്രഡീഷണൽ മെത്തേഡിൽ ഒന്ന് സോൾവ് ചെയ്യാം. ഇവിടെ കാർബൺ എത്ര എണ്ണം ഉണ്ട്, ഇവിടെ കാർബൺ 1 എണ്ണമാണ്. പ്രോഡക്റ്റ് സൈഡിൽ നമുക്ക് കാർബൺ 1 എണ്ണമേ ഉള്ളൂ. ഇവിടെ കാർബൺ എത്ര എണ്ണം ഉണ്ട്, പ്രോഡക്റ്റ് സൈഡിൽ നമുക്ക് 6 എണ്ണം ഉണ്ട്. സോ ഞാനിവിടെ എന്ത് ചെയ്തു, 6CO2 എന്ന് ഇട്ട് കൊടുത്തു. 6CO2 എന്ന് ഞാൻ ഇട്ടു. ഇനി ഞാൻ ഓക്സിജനിലേക്ക് വരുവാണ്. ഇവിടെ നോക്കിക്കോളൂ, 6 + 2 ചെയ്യുമ്പം 12 + 1 ചെയ്യുമ്പം എനിക്കിവിടെ എത്ര ഓക്സിജൻ ഉണ്ട്, 13 ഓക്സിജൻ ഉണ്ട്. പക്ഷേ ഇവിടെ നോക്കിക്കോളൂ, ഇവിടെ എനിക്ക് 6 ആണ്, ഇവിടെ എനിക്ക് 6 ഉണ്ട്, ഇവിടെ 2 ഉണ്ട്. 6 + 2 ചെയ്യുമ്പം എനിക്ക് എന്താണ്, 8 ആണ്. 6 + 2 ചെയ്യുമ്പം എനിക്ക് 8 ആണ്. ഇനി ഞാൻ അതവിടെ നിൽക്കട്ടെ. ഇനി ഞാൻ ഹൈഡ്രജനിലേക്ക് വരുവാണ്. ഇവിടെ എനിക്ക് 12 ഹൈഡ്രജൻ ഉണ്ട്, ഇവിടെ എനിക്ക് 2 എണ്ണമേ ഉള്ളൂ. 2നെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് എനിക്ക് 12 കിട്ടണത്, 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് എനിക്ക് 12 കിട്ടണത്. അപ്പോൾ 6 × 2 ചെയ്യുമ്പം ഹൈഡ്രജൻ്റെ എണ്ണം 2 സ്ഥലത്തും സെയിം ആയി. ഇവിടെ നോക്കിക്കോളൂ, ഇവിടെ 6 × 2 ആണ്. സോ 6 × 2 ചെയ്യുമ്പം 12 ആണ്. ഇവിടെ 6 × 1 ചെയ്യുമ്പം 6 കിട്ടും, ദാറ്റ് ഈസ് = 18 ആണ്. ഇവിടെ എത്രയാണ്, ഇവിടെ 6 ഉണ്ട്. സോ ഇവിടെ നമുക്ക് എന്ത് ഇട്ട് കൊടുക്കാം, ഒരു 6 ഇട്ട് കൊടുക്കാം. 6 ഇട്ട് കൊടുക്കുമ്പോൾ എന്ത് കിട്ടും, 6 + 12 ചെയ്യുമ്പം 18 കിട്ടും. അങ്ങനെ എല്ലാ ആറ്റത്തിൻ്റെ എല്ലാ എലമെൻസിൻ്റെയും ആറ്റത്തിൻ്റെ കൗണ്ട് സെയിം ആയി. ഇതാണ് നമ്മുടെ ട്രഡീഷണൽ മെത്തേഡ്. അപ്പോൾ ട്രഡീഷണൽ മെത്തേഡ് ആണെങ്കിൽ നിങ്ങൾ ഈ രീതിയിലാണ് ചെയ്യേണ്ടത്. മനസ്സിലായോ? ഇനി ഓൾജിബ്രായിക് മെത്തേഡ് നോക്കിക്കോളൂ. കുറേ പേർക്ക് ആ മെത്തേഡ് ആയിരിക്കും കൺവീനിയൻറ്റ്. ട്രഡീഷണൽ മെത്തേഡ് നമ്മൾ കുറേ ട്രയൽ ആൻഡ് എറർ നമുക്ക് ചെയ്യാനുണ്ടാവും. ഓൾജിബ്രായിക് മെത്തേഡ് ആകുമ്പോൾ നമുക്ക് അത്രയും ട്രയൽ ആൻഡ് എറേഴ്സ് ഒന്നും ആവശ്യമില്ല. യെസ്, അപ്പോൾ ഞാനിനി കോയിഫിഷ്യൻസ് കൊടുക്കാൻ പോവാണ്. A, B, C, D. ഓക്കെ, A, B, C, D. അപ്പോൾ ഇനി ഞാൻ ആദ്യം കാർബണിൻ്റെ എഴുതാം. കാർബണിൻ്റെ എത്രയാണ്, A = 6C ആണ്, അത് കാർബണിൻ്റെ. ഇനി നമുക്ക് ഓക്സിജൻ നോക്കാം. ഓക്സിജൻ
2a plus b is equal to 6c plus 2d അല്ലേ? 6c plus 2d. ഇനി അടുത്തത് എന്താണ്? അടുത്തത് ഹൈഡ്രജൻ ആണ്. ഹൈഡ്രജൻ എത്രയാണ്? 2b is equal to 12c. 2b is equal to 12c ആണ്. അപ്പം b എന്ന് പറയുമ്പോൾ എന്താണ്? b എന്ന് പറയുമ്പം 6c ആണ്. b is equal to 6c ആണ്. അപ്പം ഞാൻ ഇനി ഈ ഇക്വേഷനെ ഞാൻ സോൾവ് ചെയ്യാം. ഈ ഇക്വേഷൻ ഞാൻ സോൾവ് ചെയ്ത് ഇവിടെ എയുടെ റിലേഷൻഷിപ്പ് ആരുമായിട്ടാണ്? എയുടെ റിലേഷൻഷിപ്പ് സി യു ആയിട്ടാണ്, ബിയുടെ റിലേഷൻഷിപ്പും സി യു ആയിട്ടാണ്. സോ ഞാൻ ഇനി എന്ത് ചെയ്യാൻ പോവാണ്? ഈ ഒരു ഇക്വേഷനിൽ നിന്ന് ഞാൻ ഡിയുടെ റിലേഷൻഷിപ്പും സി യു ആയിട്ട് ഞാൻ ഡിറൈവ് ചെയ്യാൻ പോവാണ്. നോക്കിക്കോളൂ. ബി എന്ന് പറയുന്നത് എന്താണ്? ബി എന്ന് പറയുന്നത് 6c ആണ്. 6c ഇവിടെ എനിക്ക് 6c plus 2d ഞാൻ അങ്ങനെ തന്നെ എഴുതി. കാരണം എനിക്ക് സിയും ഡിയും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് വേണ്ടത്. എയും സിയും തമ്മിലുള്ള റിലേഷൻഷിപ്പും എയും ബിയും സിയും ബിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് കിട്ടി. സോ അത് വെച്ച് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. എ ഈസ് ഈക്വൽ ടു 6c ആണ്. എ ഈസ് ഈക്വൽ ടു 6c ആണ്. അപ്പോൾ 2a ആകുമ്പോൾ എന്താണ്? ഈക്വൽ സൈനിൻ്റെ രണ്ട് സൈഡിലും നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പം 2a ഈസ് ഈക്വൽ ടു എത്രയാണെന്ന് കിട്ടും. അപ്പോൾ 2 × 6c എന്ന് പറയുമ്പം അത് എത്രയാണ്? അത് 12c ആണ് അല്ലേ? അത് എത്രയാണ്? 12c ആണ്. ഈ 6c ക്യാൻസൽ ആവും. ഇവിടുത്തെ 12ഉം 2ഉം ക്യാൻസൽ ആവുമ്പോൾ ഇവിടെ 6 കിട്ടും, ഇവിടെ 1 കിട്ടും. സോ 6c ഈസ് ഈക്വൽ ടു ഡി. അപ്പോൾ നമുക്ക് എന്തൊക്കെ കിട്ടി? എ ഈസ് ഈക്വൽ ടു 6c എന്ന് കിട്ടി, ബി ഈസ് ഈക്വൽ ടു 6c എന്ന് കിട്ടി, ഡി ഈസ് ഈക്വൽ ടു 6c എന്ന് കിട്ടി. അപ്പോൾ ഇനി സിയുടെ വാല്യൂ ഞാൻ എന്ത് കൺസിഡർ ചെയ്യാൻ പോവാണ്? സിയുടെ വാല്യൂ ഞാൻ 1 എന്ന് കൺസിഡർ ചെയ്യുമ്പം എയുടെ വാല്യൂ 6 ആണ്, ബിയുടെ വാല്യൂ 6 ആണ്, ഡിയുടെ വാല്യൂ 6 ആണ്. അപ്പോൾ സി 1 ആണ്, ഇവിടെ 1 എന്ന് കൊടുത്തു. ഇവിടെ എത്രയാണ്? ഇവിടെ 6 ആണ്, ഇവിടെയും 6 ആണ്, ഇവിടെയും 6 ആണ്. നേരത്തെ നമുക്ക് ഈ വാല്യൂസ് തന്നെയാണ് കിട്ടിയത്. 3 സ്ഥലത്തും 6 ആണ് കിട്ടിയത്. നമുക്ക് വേണമെങ്കിൽ ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കാം. 6 കാർബൺ ഉണ്ട്, ഇവിടെയും 6 കാർബൺ ആണ്. ഇവിടെ 12 + 6 18 ആണ്. ഇവിടെയും യെസ്, ഇവിടെയും 6 + 12 ചെയ്യുമ്പോൾ നമുക്ക് 18 എന്ന് കിട്ടും. പിന്നെ എന്താണ്? ഇവിടെ 6 × 2 ചെയ്യുമ്പോൾ നമുക്ക് 12 ആണ്. ഹൈഡ്രജൻ്റെ കൗണ്ടും 12 ആണ്. ക്ലിയർ ആയല്ലോ? യെസ്. അപ്പോൾ ഇനി അങ്ങോട്ട് നമുക്ക് ആൾജിബ്രായിക് മെത്തേഡിൽ മെത്തേഡിൽ ഞാൻ സോൾവ് ചെയ്ത് കാണിക്കാം. നിങ്ങൾക്ക് മറ്റേ മെത്തേഡാണ് കൺവീനിയൻ്റ് എങ്കിൽ നിങ്ങൾക്ക് ആ മെത്തേഡ് നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. യെസ്, നോക്കിക്കോളൂ. S1Cl4 plus H2O gives H4 SiO4 plus HCl. യെസ്, നോക്കിക്കോളൂ. ഇവിടെ സിലിക്കൺ ഒരു ആറ്റമാണ്, ഇവിടെയും സിലിക്കൺ ഒരു ആറ്റമാണ്. ഇവിടെ ക്ലോറിൻ 4 ആണ്, പക്ഷേ ഇവിടെ ക്ലോറിൻ എത്രയുണ്ട്? ഒരെണ്ണേ ഉള്ളൂ. സോ ഞാൻ എന്തിട്ട് കൊടുക്കാൻ പോവാണ്? 4 എന്ന് ഇട്ട് കൊടുക്കാൻ പോവാണ്. ഇവിടെ നോക്കിക്കോളൂ. ഇവിടെ ഹൈഡ്രജൻ ഇവിടെ 4 എണ്ണം ഉണ്ട്, ഹൈഡ്രജൻ ഇവിടെ 4 എണ്ണം ഉണ്ട്, ഇവിടെയും ഒരു 4 എണ്ണം ഉണ്ട്. 4 4 8 ആണ്. സോ ഞാൻ ഇവിടെ എന്ത് ചെയ്യാൻ പോവാണ്? ഇവിടെ ഒരു 4 ഇട്ട് കൊടുക്കാൻ പോവാണ്. ഇവിടെ 4 ഇട്ട് കൊടുത്തു കഴിഞ്ഞപ്പം എനിക്ക് എന്ത് കിട്ടി? 4 ഇട്ട് കൊടുത്തു കഴിയുമ്പം ഓക്സിജൻ 4 എന്ന് കിട്ടി. ഇവിടെ ഓക്സിജൻ 4 ആണ്. നമ്മുടെ ഇക്വേഷൻ്റെ കെമിക്കൽ ഇക്വേഷൻ്റെ ബാലൻസിങ് കഴിഞ്ഞു. സിലിക്കൺ 2 സ്ഥലത്തും 1 ആണ്, ക്ലോറിൻ 2 സ്ഥലത്തും 4 ആണ്, ഹൈഡ്രജൻ 2 സ്ഥലത്തും 8 ആണ്, ഓക്സിജൻ 2 സ്ഥലത്തും 4 ആണ്. ട്രഡീഷണൽ മെത്തേഡിൽ നമ്മൾ ചെയ്യുവാണെങ്കിൽ ഈ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. പ്രത്യേകിച്ച് നമുക്ക് ഇതിന് ഷോർട്ട് ട്രിക്സും കാര്യങ്ങളൊന്നും നമുക്കില്ല. നമ്മൾ ഓരോരോ എന്താ പറയുക ഓരോരോ എലമെൻറ്റിൻ്റെയും നമ്പർ ഓഫ് ആറ്റംസ് അനലൈസ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് പോവുക എന്നുള്ളതാണ്. സിമ്പിളായി നമുക്ക് കെമിക്കൽ ഇക്വേഷൻ ബാലൻസ് ചെയ്യാനാണ് നമ്മൾ ഏത് മെത്തേഡ്? നമ്മുടെ ആൾജിബ്രായിക് മെത്തേഡ്. ഇവിടെ ഞാൻ എ എന്ന് കൊടുക്കുന്നു, ഇവിടെ ബി എന്ന് കൊടുക്കുന്നു, ഇവിടെ സി എന്ന് കൊടുക്കും, ഇവിടെ ഡി എന്ന് കൊടുക്കും. അപ്പോൾ നോക്കിക്കോളൂ. എ ഈസ് ഈക്വൽ ടു, ഞാൻ ആദ്യം സിലിക്കണിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുവാണ്. എ ഈസ് ഈക്വൽ ടു സി എന്ന് എനിക്ക് കിട്ടി. എ ഈസ് ഈക്വൽ ടു സി എന്ന് കിട്ടി. ഇനി ഞാൻ രണ്ടാമത് ഞാൻ ക്ലോറിനിലേക്ക് വരുവാണ്. ക്ലോറിൻ്റെ കാര്യം വരുമ്പോൾ എത്രയാണ്? 4a ഈസ് ഈക്വൽ ടു ഡി എന്ന് കിട്ടി. 4a എന്ന് പറയണത് ഡി ആണ്. ഇനി അടുത്തത് ആരാണ്? ഹൈഡ്രജൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ എത്രയാണ്? ബി, 2b ഈസ് ഈക്വൽ ടു 4c പ്ലസ് ഡി എന്ന് കിട്ടും. 2b ഈസ് ഈക്വൽ ടു 4c പ്ലസ് ഡി എന്ന് കിട്ടും.
ലാസ്റ്റ് ആരാണ്? നമ്മുടെ ഓക്സിജൻ ആണ്. ഓക്സിജനിലേക്ക് വരുമ്പം ബി ഈസ് ഈക്വൽ ടു 4C എന്ന് കിട്ടും. ബി ഈസ് ഈക്വൽ ടു 4C എന്ന് കിട്ടും. യെസ്. അപ്പോൾ ഇനി നമുക്ക് നോക്കാം. നമുക്ക് ഏതെങ്കിലും ഒരു കോമൺ ആയിട്ടുള്ള ഒരു വേരിയബിളുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോണത്. നമുക്ക് എ ഈസ് ഈക്വൽ ടു സി എന്ന് കിട്ടി. അപ്പോൾ ഇവിടെ 4A ഈസ് ഈക്വൽ ടു ഡി, 4A ഈസ് ഈക്വൽ ടു ഡി എന്നുള്ളതിൽ നിന്ന് അതേപോലെ ബി ഈസ് ഈക്വൽ ടു 4C എന്ന് കിട്ടി. അപ്പോൾ ഈ 4A ഈസ് ഈക്വൽ ടു ഡി അല്ലേ, 4A ഈസ് ഈക്വൽ ടു ഡി എന്ന് ഞാൻ എന്ത് കണ്ടുപിടിക്കാൻ പോവാണ്? ഞാൻ ഡിയും സിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് കണ്ടുപിടിക്കാൻ പോവാണ്. എനിക്ക് എന്ത് പറയാം? ഡി ഈസ് ഈക്വൽ ടു 4C എന്ന് പറയാം. കാരണം ഈ എ ഈസ് ഈക്വൽ ടു സി ആണ്. സോ എനിക്ക് എക്ക് പകരം എന്ത് കൊടുക്കാം? എക്ക് പകരം എനിക്ക് അവിടെ സി എന്ന് കൊടുക്കാം. സോ ഡിയും സിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് കിട്ടി. അപ്പോൾ എല്ലാം ആരുമായിട്ടാണ് റിലേറ്റഡ്? സിയു ആയിട്ടാണ് റിലേറ്റഡ്. സോ ഞാൻ എന്ത് അസ്യൂം ചെയ്യാൻ പോവാണ്? C1 ആണെന്ന് അസ്യൂം ചെയ്യാൻ പോവാണ്. C1 ആണെങ്കിൽ A1 ആണ്, ബി 4 ആണ്, ഡിയും 4 ആണ്. അതേ എന്താ പറയുക വാല്യൂസ് ആണ് നമുക്ക് കിട്ടിയത്. ഇവിടെ 4 ആണ്, ബാക്കി രണ്ട് സ്ഥലത്തും എന്താണ്? 1 ആണ്. സിമ്പിളാണ് നമ്മുടെ ബാലൻസിങ് ദ കെമിക്കൽ ഇക്വേഷൻ. ഇത്ര ഈസി ആയിട്ട് നമുക്ക് ബാലൻസ് ചെയ്യാം. നിങ്ങൾക്ക് ട്രഡീഷണൽ മെത്തേഡ് നമ്മൾ സ്കൂൾ ക്ലാസ്സിൽ, അതായത് നമ്മുടെ ഹൈസ്കൂൾ ക്ലാസ്സസിലൊക്കെ നമ്മൾ എന്താണ് പഠിച്ചത്? നമ്മുടെ ട്രഡീഷണൽ മെത്തേഡാണ് നമ്മൾ പഠിച്ചത്. പക്ഷേ എക്സാം നമ്മുടെ ഒരു കുറച്ചും കൂടെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാനാണ് ഈ ആൾജിബ്രൈക് മെത്തേഡ്. Aluminium plus hydrogen chloride gives aluminum chloride plus hydrogen. ഓക്കെ, നോക്കിക്കോളൂ. അലുമിനിയം രണ്ട് സ്ഥലത്തും സെയിം ആണ്. പക്ഷേ ഇവിടെ എന്താണ്? ക്ലോറിൻ 3 എണ്ണം ഉണ്ട് അല്ലേ? ഇവിടെ എത്രയാണ്? ഇവിടെ ഇപ്പോൾ ക്ലോറിൻ 3 എണ്ണം ഉണ്ട്. സോ ഞാൻ ആദ്യം ഇവിടെ 3 എന്ന് കൊടുക്കുവാണ്. അപ്പോൾ ഞാൻ ഹൈഡ്രജനിലേക്ക് വന്നു. ഹൈഡ്രജൻ ഇവിടെ 2 എണ്ണമേ ഉള്ളൂ, വേറെ ഹൈഡ്രജൻ ഇല്ല. ഞാൻ പറഞ്ഞു ഇവിടെ നമ്മൾ കോയിഫിഷ്യൻസ് കൊടുക്കണ സമയത്ത് നമ്മൾ എന്താണ്? നമ്മൾ ഹോൾ നമ്പേഴ്സ് കൊടുക്കും. കോയിഫിഷ്യൻസ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഹോൾ നമ്പേഴ്സ് കൊടുക്കും. അതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ആണ് നമ്മൾ ചെയ്യാറെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ നമുക്ക് 3 കിട്ടാൻ വേണ്ടി നമ്മൾ എന്താണ് കൊടുക്കേണ്ടത്? 1. ഇവിടെ ഹൈഡ്രജൻ്റെ എണ്ണം 3 ആണ്. സോ 1.5 ആണ് കൊടുക്കേണ്ടത്. അപ്പം ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? ഹോൾ നമ്പേഴ്സ് കൊടുക്കാൻ വേണ്ടിയിട്ട് 1.5ൻ്റെ ഡബിള് 3 എന്ന് കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇവിടെ എത്രയായി? 3 × 2 ചെയ്ത് കഴിയുമ്പം എനിക്ക് 6 എന്നാണ് കിട്ടുന്നത്. അപ്പം ഞാൻ ഈ കോയിഫിഷ്യൻ്റ് ഞാൻ എന്താക്കി മാറ്റേണ്ടി വരും? 6 എന്ന് മാറ്റേണ്ടി വരും. 6 എന്ന് മാറ്റിയാൽ എൻ്റെ ക്ലോറിൻ്റെ എണ്ണം എന്തായി? ക്ലോറിൻ്റെ എണ്ണം 6 ആയി. സോ ഞാൻ ഇവിടെ ഒരു 2 ഇട്ട് കൊടുക്കേണ്ടി വരും. അപ്പോൾ ക്ലോറിൻ്റെ കൗണ്ട് സെയിം ആയി, ഹൈഡ്രജൻ്റെ കൗണ്ട് സെയിം ആയി. ഇവിടെ 2 അലുമിനിയം ഉണ്ട്. സോ ഞാൻ ഇവിടെ എന്തിട്ട് കൊടുക്കേണ്ടി വരും? 2A എന്നിട്ട് കൊടുക്കേണ്ടി വരും. മനസ്സിലായോ? നമുക്കിനി ആൾജിബ്രൈക് മെത്തേഡ് നോക്കാം. A, B, C, D. അപ്പോൾ നമുക്കിവിടെ 3 എലമെൻറ്റ്സ് ആണുള്ളത് അല്ലേ? ഒന്ന് അലുമിനിയം, ഒന്ന് ഹൈഡ്രജൻ, ഒന്ന് ക്ലോറിൻ. അലുമിനിയം A ഈസ് ഈക്വൽ ടു C ആണ്. ഇനി നമ്മുടെ ഹൈഡ്രജനിലേക്ക് വരുമ്പം B ഈസ് ഈക്വൽ ടു 2D. പിന്നെ നമ്മുടെ ക്ലോറിനിലേക്ക് വരുമ്പോൾ B ഈസ് ഈക്വൽ ടു 3C. ഓക്കെ, അപ്പോൾ ഇനി നോക്കിക്കോളൂ. നമ്മളെല്ലാം സിയു ആയിട്ടുള്ള റിലേഷൻഷിപ്സ് ആണ് ഡിറൈവ് ചെയ്യുന്നത്. A ഈസ് ഈക്വൽ ടു C എന്ന് കിട്ടി, B ഈസ് ഈക്വൽ ടു 3D എന്ന് കിട്ടി, B ഈസ് ഈക്വൽ ടു 3C എന്ന് കിട്ടി. ഇനി നമുക്ക് സിയും ഡിയും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് വേണ്ടത്. നമുക്ക് കിട്ടിയ റിലേഷൻ എന്താണ്? B ഈസ് ഈക്വൽ ടു 2D ആണ്. അപ്പം നമുക്കറിയാം B എന്ന് പറയുന്നത് 3C ആണ്. 3C ഈസ് ഈക്വൽ ടു 2D ആണ്. 3C ഈസ് ഈക്വൽ ടു 2D ആണ്. സോ C ഈസ് ഈക്വൽ ടു എന്താണ്? C ഈസ് ഈക്വൽ ടു 2/3D ആണ്. C ഈസ് ഈക്വൽ ടു 2/3D ആണ്. നമ്മൾ പറഞ്ഞു നമുക്കിവിടെ എന്താണ് ആവശ്യം? നമുക്കിവിടെ ഹോൾ നമ്പേഴ്സ് ആണ് ആവശ്യം. ഹോൾ നമ്പേഴ്സ് ആണ് ആവശ്യം. സോ നോക്കിക്കോളൂ. A ഈസ് ഈക്വൽ ടു C, B ഈസ് ഈക്വൽ ടു 3C, അതേപോലെ C ഈസ് ഈക്വൽ ടു 2/3 ഇൻറ്റു D ആണ്. C ഈസ് ഈക്വൽ ടു 2/3 ഇൻറ്റു D ആണ്. അപ്പം ഞാനിവിടെ എന്താണ് ചെയ്യാൻ പോണതെന്ന് വെച്ചാൽ, അതായത് ഇവിടെ നമുക്ക് ഡിനോമിനേറ്ററിൽ 3 ആണ്. സോ ഞാൻ എന്ത് ചെയ്യാൻ പോവാന്ന് വെച്ചാൽ ഈ മൂന്നിൻ്റെ കൂടെയും ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്?
3 ഇക്വേഷൻസിൻ്റെ കൂടെയും ഞാൻ 3 കൊണ്ട് ഞാൻ മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാണ്. ഓക്കെ, 3 ഇക്വേഷൻസിൻ്റെ കൂടെയും ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? 3 കൊണ്ട് ഞാൻ മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാണ്. ഇൻറ്റു 3 അതേപോലെ ഇൻറ്റു 3. അല്ലെങ്കിൽ ഒരു കാര്യം, നമുക്ക് സോൾവ് ചെയ്തിട്ട് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. സോൾവ് ചെയ്തിട്ട് നമുക്ക് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എ ഈസ് ഈക്വൽ ടു സി ആണ്. അപ്പോൾ എ ഈസ് ഈക്വൽ ടു സി, ഞാൻ സീനെ 1 എന്ന് കൺസിഡർ ചെയ്യുവാണ്. കൺസിഡർ ചെയ്യുമ്പോൾ എ എന്തായി? എ 1 ആയി. ബി എന്തായി? ബി 3 ആയി. സി എന്തായി? സി എന്ന് പറയണത് സി അല്ല, ഓക്കെ, ഇവിടെ സി ഈസ് ഈക്വൽ ടു 2/3 ഡി ആണ്. സോ ഡി ഈസ് ഈക്വൽ ടു 3/2 സി. ഡി ഈസ് ഈക്വൽ ടു 3/2 സി ആണ്. സോ ഇവിടെ ഡി എന്തായി? ഡി ഈസ് ഈക്വൽ ടു 1.5 എന്നായി. ഡി ഈസ് ഈക്വൽ ടു 1.5 എന്നായി. അപ്പോൾ ഇനി ഇതിൻ്റെ ഹോൾ നമ്പർ കണ്ടുപിടിക്കാൻ വേണ്ടി എല്ലാ വാല്യൂയുടെ കൂടെയും ഞാൻ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുവാണ്. സോ സി ഈസ് ഈക്വൽ ടു 2 ആയി, എ ഈസ് ഈക്വൽ ടു 2 ആയി, ബി ഈസ് ഈക്വൽ ടു 6 ആയി, ഡി ഈസ് ഈക്വൽ ടു 3 ആയി. നോക്കിക്കോളൂ, ഡി 3 ആണ്, സി 2 ആണ്, ബി 6 ആണ്, എ 2 ആണ്. സിമ്പിളായിട്ട് നമ്മൾ എങ്ങനെ കണ്ടുപിടിച്ചു? നമ്മുടെ ആൾജിബ്രായിക് മെത്തേഡ് യൂസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്തു? നമ്മുടെ ഇക്വേഷനെ ബാലൻസ് ചെയ്തു. യെസ്, ബാലൻസിങ് ദ കെമിക്കൽ ഇക്വേഷൻ കുറേ പേർക്ക് ടഫായി ഫീൽ ചെയ്യാൻ കാരണം ആ ട്രഡീഷണൽ മെത്തേഡ് ഫോളോ ചെയ്യുന്നതുകൊണ്ടാണ്. ചിലത് നമ്മൾ പല പല വാല്യൂസ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കുറച്ച് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയ രീതിയിൽ നമുക്ക് ബാലൻസ് ചെയ്യാനുണ്ടാവും. കുറേ അഡ്ജസ്റ്റ് ചെയ്ത് കുറേ നമ്മൾ മടുക്കും. സോ അത്രയും വലിയൊരു എന്താ പറയുക, ഒരു ടീഡിയസ് ആയ ഒരു ടാസ്ക് സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഏത് മെത്തേഡ് ഫോളോ ചെയ്യണേ? ആൾജിബ്രായിക് മെത്തേഡ് നമ്മൾ ഫോളോ ചെയ്യണം. യെസ്.